രാവിലെ റൂമിനുള്ളിൽ ഉണർന്നിട്ട് പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന ഒരു കാഴ്ചയുണ്ട്. ആ കാഴ്ച എന്ന് പറയുന്നത് ഈ കടലിനാകെ മനോഹരമായ നീല നിറം, അതിലൂടെ ഒഴുകി വരുന്ന ചെറിയ ചെറിയ മഞ്ഞ് കഷ്ണങ്ങൾ. അപ്പോൾ ഇതിൽ ചില മഞ്ഞ് പാളികൾക്ക് 4 കിലോമീറ്റർ കനമുണ്ട്, തിക്നെസ് 4 കിലോമീറ്റർ ഉണ്ടെന്നാണ് പറയുന്നത്. ഭയങ്കര കാറ്റുള്ള സ്ഥലമാണ്. 200 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശുമെന്നാണ് പറയുന്നത്. അവിടുത്തെ മെയിൻ താമസക്കാർ പെൻഗ്വിനുകൾ, സീലുകൾ, ആൽബട്രാസ് എന്ന് പറയുന്ന പക്ഷികളൊക്കെ. 98% ഐസ് കവറായി കിടക്കുന്ന, ഐസിനാൽ കവേർഡായി കിടക്കുന്ന സ്ഥലമാണ് അന്റാർട്ടിക്ക. ഓഷോയിലെ പഴയ ജയിലുകൾ ഉണ്ടായിരുന്ന സ്ഥലത്തിലൂടെയുള്ള ആ താഴ്വരയിലൂടെയുള്ള ട്രെയിൻ യാത്ര, ലോകത്തിലെ അവസാനത്തെ പോസ്റ്റ് ഓഫീസ് സന്ദർശനം, ഓഷോയ നഗരത്തിലൂടെയുള്ള ചുറ്റിക്കറങ്ങലെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് കപ്പലിൽ കയറി. എല്ലാവരും എക്സൈറ്റഡ് ആണ്, കാരണം നാളെ ഞങ്ങൾ അന്റാർട്ടിക്കയിലേക്ക് എത്തുകയാണ്. അപ്പം വൈകുന്നേരം ഡിന്നർ എല്ലാവരും നേരത്തെ കഴിച്ച് നേരത്തെ കിടന്നുറങ്ങി. രാവിലെ ചിലപ്പോൾ നേരത്തെ ഒരു 6 മണിക്കൊക്കെ എത്തിയേക്കാം, അല്ലെങ്കിൽ ഒരു 7 മണിക്കൊക്കെ അവിടെ ലാൻഡ് ചെയ്തേക്കാം. അവിടെ കപ്പൽ ഇതിനടുത്ത് കൊണ്ടുപോയി നിർത്തും എന്നൊക്കെ ഇൻഫർമേഷനുണ്ട്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും നേരത്തെ കിടന്നുറങ്ങി. രാവിലെ റൂമിനുള്ളിൽ ഉണർന്നിട്ട് പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന ഒരു കാഴ്ചയുണ്ട്. ആ കാഴ്ച എന്ന് പറയുന്നത് ഈ കടലിനാകെ മനോഹരമായ നീല നിറം, അതിലൂടെ ഒഴുകി വരുന്ന ചെറിയ ചെറിയ മഞ്ഞ് കഷ്ണങ്ങൾ. ഇത് നേരത്തെ ദൂരെ കണ്ടിരുന്ന മഞ്ഞുമലകൾ വളരെ അടുത്ത് ആയിരിക്കുന്നു. ചാടി എഴുന്നേറ്റ് ഡ്രസ്സ്, സ്പെഷ്യൽ ജാക്കറ്റൊക്കെ ഇടണം, ഭയങ്കര തണുപ്പാണല്ലോ. അതൊക്കെ ഇട്ട് വലിച്ചു കയറ്റി ഓടി മുകളിൽ ചെല്ലുമ്പോഴേക്കും ഡോക്കിൽ യാത്രികരെല്ലാവരും, ഒരുവിധം എല്ലാവരും എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. കപ്പലിൻ്റെ ഡോക്കിലും സൈഡിലുള്ള വഴികളിലും ഫ്രണ്ടിലും ഒക്കെ നിറയെ ആളുകൾ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. വീഡിയോസും ഫോട്ടോസും എടുത്ത ആളുകൾക്ക് മതിയാവുന്നില്ല. ആദ്യമായിട്ട് അന്റാർട്ടിക്കയിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എല്ലാവർക്കും ഉണ്ട്. കടുത്ത തണുപ്പാണ്. ഈ ഗ്ലൗവ് ഊരിക്കഴിഞ്ഞാൽ അധിക നേരം പിടിച്ചേക്കാൻ പറ്റില്ല, വിരലൊക്കെ ഇങ്ങനെ മരവിക്കും. അപ്പോൾ ഈ വീഡിയോ എടുക്കേണ്ട ഇതുകൊണ്ട് ഈ ഗ്ലൗസ് ഉപയോഗിക്കാൻ പറ്റില്ല, നല്ല കടുത്ത തണുപ്പാണ്. ഉണ്ണിയും നൗഷാദൊക്കെ ഉണ്ടായിരുന്നു, മറ്റ് യാത്രക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പം മറിഞ്ഞും തിരിഞ്ഞും എല്ലാവരും അവരവരുടെ ഫോട്ടോ മറ്റുള്ളവരുടെ ഫോട്ടോ എടുത്തു കൊടുക്കുകയും വീഡിയോസ് എടുക്കുകയും. ഇത്രയും വീഡിയോസ് ഇവർ തന്നെ തിരിച്ച് നാട്ടിൽ പോയാൽ കാണുമെന്ന് എനിക്ക് സംശയമുണ്ട്. ഇത് കാണുമ്പോഴത്തെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ എല്ലാവരും ഒരുപാട് വീഡിയോസ് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. എനിക്കാണ് ഫോണൊക്കെ ഹാങ് ആവുന്ന അത്രയും എല്ലാവരും വീഡിയോസ് ഷൂട്ട് ചെയ്യുന്നുണ്ട്. അതൊരു കാഴ്ചയാണ്. നമ്മൾ സന്ദർശിക്കാൻ ഉദ്ദേശിക്കുന്നത് 3 ദ്വീപുകളാണ്. ഒന്ന് എലിഫൻ്റ് ഐലൻഡ്, പിന്നെ ഒന്ന് കിങ് ജോർജ് ഐലൻഡ്, അത് കഴിഞ്ഞിട്ടൊരു ബട്ടർഫ്ലൈ ഐലൻഡ് എന്ന് പറഞ്ഞൊരു
ഐലൻഡ് കൂടി കാണാൻ ഉദ്ദേശിക്കുന്നുണ്ട്. കപ്പൽ ഈ എലിഫൻ്റ് ഐലൻഡിൻ്റെ അടുത്ത് നങ്കൂരമിട്ടിട്ടുണ്ട്. നമുക്കത് വർണ്ണിക്കാൻ, വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ പ്രയാസമാണ്. വീഡിയോയിലും അത് എത്രമാത്രം അതിൻ്റെ മനോഹാരിത കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് അറിയില്ല. നയൻറ്റീൻ 1916 ആംഗ്ലോ ഐറിഷ് നാവികനായ ഏണസ്റ്റ് ഷക്ലാൻഡ് അദ്ദേഹം ഒരു അന്റാർട്ടിക്ക പര്യവേഷകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ കപ്പലിൽ അന്റാർട്ടിക്കയിൽ എത്തി ഇവിടെ ഈ എലിഫൻ്റ് ഐലൻഡിന് അടുത്ത് വെച്ചിട്ട് മഞ്ഞുമലയിൽ ഇടിച്ചിട്ട് കപ്പൽ തകരാറിലാവുകയും ചെയ്തു. അങ്ങനെ ഏണസ്റ്റ് ഷക്ലൻഡും അദ്ദേഹത്തിൻ്റെ സഹനാവികരും 5 മാസത്തോളം ഈ ഐലൻഡിൽ കുടുങ്ങിപ്പോയി. പിന്നീട് 5 മാസങ്ങൾക്ക് ശേഷം ചിലിയിൽ നിന്ന് വന്ന മറ്റൊരു കപ്പലാണ് അദ്ദേഹത്തിനെയും കൂട്ടാളികളെയും രക്ഷിച്ച് തിരിച്ചു കൊണ്ടുപോയത്. അപ്പോൾ അദ്ദേഹത്തോടുള്ള ബഹുമാനത്തിൻ്റെ ഭാഗമായി, അദ്ദേഹത്തോടുള്ള ആദരസൂചകമായി ഈ എലിഫൻ്റ് ഐലൻഡിനെയും കിങ് ജോർജ് ഐലൻഡിനെയും ഷക്ലാൻഡ് ഐലൻഡ്സ് എന്നാണ് അറിയപ്പെടുന്നത്, അതിനെ വിളിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു സ്മാരകമൊക്കെ ഉണ്ട്. ഈ ഷക്ലാൻഡിൻ്റെ ഒരു സ്മാരകമൊക്കെ അവിടെ ഉണ്ട്. നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ പഠിച്ചിട്ടുള്ളത് വർഷത്തിൽ 365 ദിവസവും മഞ്ഞ് മൂടിക്കിടക്കുന്ന ഇടമാണ് അന്റാർട്ടിക്ക എന്നാണ്. പക്ഷേ ഈ എലിഫൻ്റ് ഐലൻഡിൻ്റെ അടുത്ത് എത്തുമ്പോൾ മഞ്ഞ് മൂടിക്കിടക്കുന്നുണ്ട്, വളരെ കട്ടിയിൽ, പല സ്ഥലത്തും കിലോമീറ്ററുകളോളം തിക്നെസ്സിൽ ഐസുണ്ട്. പക്ഷേ ചില കുന്നുകളിലെ കറുത്ത പാറ പുറത്ത് കാണാൻ തുടങ്ങിയിരിക്കുന്നു. പണ്ടതെല്ലാം ഐസ് മൂടിക്കിടന്നിരുന്നതാണ്. അവിടെയാണ് ഈ ഗ്ലോബൽ വാർമിംഗ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ വില്ലന്മാർ എത്തുന്നത്. ഓസോൺ പാളികളിൽ ഒരു വിള്ളൽ ആദ്യമായി കണ്ടെത്തിയത് അന്റാർട്ടിക്കയുടെ മുകളിലാണ്. അന്റാർട്ടിക്കയിൽ ഈ മഞ്ഞുപാളികൾ എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മഞ്ഞുപാളികളാണ്. അപ്പോൾ ഇതിൽ ചില മഞ്ഞുപാളികൾക്ക് 4 കിലോമീറ്റർ കനമുണ്ട്, തിക്നെസ് 4 കിലോമീറ്റർ ഉണ്ടെന്നാണ് പറയുന്നത്. പല ലേക്കുകളും ഈ മഞ്ഞുപാളികളുടെ അടിയിലുണ്ട്. അത് മനുഷ്യസാധ്യമല്ല അതിലേക്ക് എത്താൻ, കാരണം 4 കിലോമീറ്റർ മഞ്ഞ് കിടക്കുകയാണ്. ഈ മഞ്ഞുപാളികളിൽ നിന്ന് അടർന്ന് വരുന്ന മഞ്ഞാണ് ഈ നമ്മളുടെ ഗ്ലോബൽ വാർമിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള ഈ മഞ്ഞാണ് നമ്മൾ ഈ കപ്പലിൽ പോകുമ്പോൾ കടലിൽ ഇങ്ങനെ ഒഴുകി നടക്കുന്ന കാണും. നല്ല മനോഹരമായ കാഴ്ചയായിട്ട് നമുക്ക് തോന്നുന്നു. ഈ മഞ്ഞുപാളികൾ പുറമേക്ക് കാണുന്നതിൻ്റെ എത്രയോ മടങ്ങ്, നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിന് എത്രയോ മടങ്ങ് അടിയിലേക്കും ഉണ്ടാവും. നമ്മൾ തമാശയ്ക്ക് നമ്മളുടെ ചില സുഹൃത്തുക്കളെയൊക്കെ കുറിച്ചൊക്കെ പറയുമ്പോൾ അറിയാം, അവൻ കാണുന്ന മാതിരിയല്ല, ഭൂമിക്ക് മീതെയുള്ള അത്ര താഴേക്കുണ്ടെന്ന് തമാശയായിട്ട് പറയും. അതുപോലെ ഈ മഞ്ഞുമലകളെക്കുറിച്ച് കേട്ടപ്പോൾ എനിക്ക് അതാണ് ഓർമ്മ വന്നത്. ഈ പുറമേ കാണുന്നതല്ല, അതിൻ്റെ എത്രയോ മടങ്ങ് താഴേക്ക് ഈ മഞ്ഞുമലകളുണ്ട്. ഈ മഞ്ഞുമലകൾ കടലിൽ ലയിക്കുമ്പോൾ ധാരാളം ലവണങ്ങൾ കടലിൽ ലയിക്കുന്നുണ്ട്. അപ്പോൾ ഇത് 2 തരത്തിലുണ്ട്. കടലിലെ വെള്ളം കൂടുമ്പോൾ പല ദ്വീപ സമൂഹങ്ങൾ, ഇപ്പോൾ മാലിദ്വീപൊക്കെ 50 വർഷം കഴിഞ്ഞാൽ ഇപ്പോഴത്തെ തോതിൽ കടലിലെ വെള്ളത്തിൻ്റെ നിരപ്പ് കൂടിക്കഴിഞ്ഞാൽ മുങ്ങിപ്പോകുന്ന പറയുന്നത്. നമ്മുടെ കൊച്ചി ഭീഷണിയുള്ള, ഈ മുങ്ങൽ ഭീഷണിയുള്ള ലോകത്തിലെ നഗരങ്ങളിൽ ഒന്നാണ്.
അന്റാർട്ടിക്കയിലേക്ക് വരുമ്പോൾ ഇവിടെ നീലനിറം മറ്റ് കടലുകളേക്കാൾ കൂടുതലാണ്. അതിൻ്റെ കാരണം കടലിലെ വെള്ളത്തിലേക്ക് ഉള്ള പൊള്യൂഷൻ കുറവാണ്. പൊള്യൂഷൻ കുറവായിട്ടുള്ള വെള്ളമാണ്. കടലിൻ്റെ വെള്ളത്തിൽ അലിഞ്ഞു ചേരുന്ന മറ്റ് ജൈവ വസ്തുക്കൾ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ വെള്ളം കുറേ കൂടി ട്രാൻസ്പെറൻ്റാണ്. അതുകൊണ്ട് ഇവിടെ ഈ സൂര്യപ്രകാശത്തിലെ മറ്റ് നിറങ്ങൾ അതിശക്തമായിട്ട് ഒരുപാട് താഴേക്ക് കടൽ വലിക്കും. അപ്പോൾ ഈ നീലനിറം വളരെ വ്യാപകമായിട്ട് കാണപ്പെടും. അന്റാർട്ടിക്കയിൽ നീലനിറത്തിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. ഫൈറ്റോ പ്ലാങ്ക്ടൺ എന്ന് പറയുന്ന ഒരു സൂക്ഷ്മജീവിയുടെ സാന്നിധ്യമുള്ള കടലുകളിൽ ഈ ജീവികൾ ചുവപ്പും നീലയും വളരെ നന്നായിട്ട് ആഗിരണം ചെയ്യും. ചുവപ്പും നീലയും നിറങ്ങൾ സൂര്യപ്രകാശത്തിൽ നിന്ന് ആഗിരണം ചെയ്യും. അപ്പോൾ ആ കടലുകൾക്ക് പച്ച നിറമാണ് ഉണ്ടാവുക. പച്ചയോ അല്ലെങ്കിൽ പച്ച കലർന്ന നീലയോ ഒക്കെ ആയിട്ട് കടലുകൾ കാണപ്പെടും. പക്ഷേ ഈ ജീവികളുടെ ഈ ഫൈറ്റോ പ്ലാങ്ക്ടൺ എന്ന് പേരുള്ള ഈ ജീവികൾ അന്റാർട്ടിക് സമുദ്രത്തിലില്ല. അവയുടെ അസാന്നിധ്യം കൊണ്ടുകൂടിയാണ് ഇവിടെ നീലനിറം വളരെ ശക്തമായിട്ട് കാണപ്പെടുന്നത്. ഞങ്ങൾ വരുന്ന ക്രൂയിസ് ഷിപ്പുകൾ അത് ഇതിനടുത്ത് കൂടെ ഇങ്ങനെ പോകും. ഈ ക്രൂയിസ് ഷിപ്പിലുള്ള ആളുകൾക്ക് അന്റാർട്ടിക്കയിൽ ഇറങ്ങാൻ അനുവാദമില്ല. ഒരു വർഷം 50,000-ഓളം ആളുകൾ അന്റാർട്ടിക്ക ഇങ്ങനെ ക്രൂയിസ് ഷിപ്പിൽ വന്നിട്ട് സന്ദർശിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ അത് കപ്പലിലിരുന്നിട്ടുള്ള കാഴ്ചയുള്ളൂ, ആരും അവിടെ ഇറങ്ങുന്നില്ല. അതേസമയം നമ്മളിപ്പോൾ ആദ്യത്തെ വിഷലുകളിലൊക്കെ കണ്ട മാതിരി ചെറിയ ചില കപ്പലുകൾ, അതിന് എക്സ്പെഡീഷൻ ഷിപ്പുകൾ എന്നാണ് പറയുന്നത്, അതിൽ വരുന്ന ആളുകൾക്ക് അവിടെ അന്റാർട്ടിക്കയിൽ ഇറങ്ങാനുള്ള സൗകര്യമുണ്ട്. അതായത് ഒരു ദിവസം പരമാവധി 100-200 പേർക്ക് അന്റാർട്ടിക്ക മെയിൻലാൻഡിൽ ഇറങ്ങാൻ കഴിയുള്ളൂ. അപ്പം ആ ഇറങ്ങുന്നതിന് ഒരുപാട് ഇതുണ്ട്. ഈ ചെറിയ ഷിപ്പുകൾ നമ്മളുടെ ഈ വലിയ ഷിപ്പ് വരുന്ന വഴി കൂടെ അല്ല വരിക. അവർ ഡ്രൈക്ക് പാസേജിലൂടെ ഒക്കെ വരും. അത് ഒരു സാഹസിക യാത്രയാണ്. പിൽക്കാലത്ത് എപ്പോഴെങ്കിലും അതിൽ പോകണമെന്ന് ഞാൻ അപ്പം തന്നെ ഉറപ്പിച്ചു. കാരണം അന്റാർട്ടിക്ക കാണുക മാത്രമല്ല അവിടെ ഇറങ്ങുകയും ചെയ്യണം എന്നുള്ളൊരു അത്യാഗ്രഹം മനസ്സിൽ അപ്പോൾ ഉണ്ടായി. ഈ യാത്രയിൽ ഞങ്ങളോടൊപ്പമുള്ള യാത്രികർ എല്ലാവരും ഒരുവിധം ആൾക്കാരൊക്കെ സീനിയർ സിറ്റിസൺസ് ഉണ്ട്, കുറേ പേര് സീനിയർ സിറ്റിസൺസ് ഉണ്ട്. അപ്പോൾ അവരൊക്കെ അന്റാർട്ടിക്കയിലേക്ക് വരുമ്പോൾ പെൻഗ്വിനെ കാണാമെന്നുള്ള പ്രതീക്ഷയിൽ വന്ന ആൾക്കാരാണ്. അപ്പോൾ പെൻഗ്വിനുകളെ കാണാത്തതിൽ അവരെല്ലാവരും അസ്വസ്ഥരായിരുന്നു. ഇതിൽ പലരും റൂമിനകത്ത് ഇരുന്ന് ബാൽക്കണിയുടെ ജനാല ചില്ലുകൾക്ക് ഉള്ളിലൂടെയാണ് ഈ അന്റാർട്ടിക്ക ഇത്ര അടുത്തെത്തിയിട്ട് വരെ കണ്ടത്. ഡോക്കിൽ വന്ന് നിൽക്കാൻ പോലും തയ്യാറാവാത്ത ആൾക്കാരാണ്. പക്ഷെ പരാതി പറയുമ്പോൾ പെൻഗ്വിനെ കണ്ടില്ല, അവിടെ ഇറങ്ങാൻ പറ്റിയില്ല, അവിടെ ഇറങ്ങാൻ പറ്റുമെന്നാണ് വിചാരിച്ചതെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചെറിയ കംപ്ലൈൻറ്റുകളും കാര്യങ്ങളുണ്ട്. പെൻഗ്വിൻസ് ഉണ്ട്, നമുക്ക് ഈ കപ്പലിൽ നിന്ന് നോക്കുമ്പോൾ കാണാൻ മൂവ് ചെയ്യുന്ന പെൻഗ്വിൻസിനെ കാണാം. പക്ഷെ അതിന് ബൈനോക്കുലർ ഉണ്ടെങ്കിലേ കാണാൻ പറ്റും. ഇത് ചെറിയ ജീവികളാണല്ലോ. അപ്പോൾ അത് കപ്പൽ ഇത്തിരി ദൂരെ ആയതുകൊണ്ട് അതിനെ വളരെ അടുത്ത് കാണാൻ പറ്റില്ല. അപ്പം അങ്ങനത്തെ ചില തമാശകളും പരസ്പരം കളിയാക്കലുകളൊക്കെ അവിടെ ഉണ്ടായി. ബെന്നിക്കും സങ്കടമുണ്ട് പെൻഗ്വിനെ അടുത്ത് കാണാൻ പറ്റിയില്ല എന്നുള്ളത്. ബെന്നിയും ആദ്യമായിട്ടാണ് അന്റാർട്ടിക്കയിലേക്ക് വരുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളെന്നൊന്നും അറിയില്ല. അപ്പം അന്റാർട്ടിക്കയുടെ വിശേഷങ്ങൾ പറഞ്ഞാൽ തീരില്ല. അന്റാർട്ടിക്ക ഒരു രാജ്യത്തിൻ്റെയും കീഴിലല്ല. ചില പോർഷൻസിനെ കുറിച്ചൊക്കെ ഇപ്പോൾ ചില രാജ്യങ്ങൾ അവകാശവാദങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ട്. പക്ഷെ അന്റാർട്ടിക്ക ആരുടെയും അല്ല. അന്റാർട്ടിക്കൻ ട്രീറ്റി നിലവിൽ വന്നിട്ടുണ്ട്. 1965 മറ്റാണ് ആ ട്രീറ്റി വരുന്നത്. ആ ട്രീറ്റി അനുസരിച്ച് ഇത് സൈനിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അന്റാർട്ടിക്ക ഉപയോഗിക്കാൻ പറ്റില്ല. അന്റാർട്ടിക്കയിലെ റിസോഴ്സസ് ഒന്നും ഒരു രാജ്യത്തിന് എടുക്കാൻ പറ്റില്ല. അവിടെ നിങ്ങൾക്ക് പരീക്ഷണങ്ങൾ നടത്താം. പരീക്ഷണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ അന്റാർട്ടിക്കയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിനെക്കുറിച്ചുള്ള പരീക്ഷണങ്ങൾ നടത്താം. അല്ലാതെ അന്റാർട്ടിക്കയെ ഡാമേജ് ചെയ്യുന്ന ഒരു പരീക്ഷണങ്ങളും നടത്താൻ പറ്റില്ല. ഇന്ത്യക്ക് ദക്ഷിൺ ഗംഗോത്രി എന്ന് പറഞ്ഞിട്ട് ഒരു കേന്ദ്രമുണ്ടായിരുന്നു അവിടെ. 83 മറ്റാണ് അത് സ്ഥാപിച്ചത്, ദക്ഷിൺ ഗംഗോത്രി.
ഇപ്പോൾ അതൊരു ഈ അവിടേക്ക് വേണ്ട സാധനങ്ങളൊക്കെ സൂക്ഷിക്കുന്ന ഒരു സ്ഥലമായിട്ട് വെച്ചിട്ട് പുതിയ 2 സെൻറ്ററുകൾ ഇന്ത്യ തുടങ്ങിയിട്ടുണ്ട്. അത് ഒന്ന് മൈത്രി എന്നും ഒന്ന് ഭാരതി എന്നും പേരുള്ള രണ്ട് സ്റ്റേഷൻസ് ഉണ്ട്. അവിടെ നമ്മളും പരീക്ഷണങ്ങളും നമ്മൾ ഇതിൻ്റെ ഭൗമ പഠനവും ഒക്കെ അവിടെ നടത്തുന്നുണ്ട്. അപ്പോൾ അന്റാർട്ടിക്ക കാണുന്ന സമയത്ത് നമുക്കുണ്ടാവുന്ന ഒരു അകത്തുനിന്ന് വരുന്ന ഒരു തള്ളിച്ചയുണ്ട്. അത് ആദ്യം കുഞ്ഞ് മഞ്ഞ് കഷ്ണങ്ങൾ ഒഴുകി വരുന്നു, പിന്നെ കടലിന് ആകെ നീല നിറമായി മാറുന്നു, പിന്നീട് വലിയ വലിയ മഞ്ഞു മലകൾ ഒഴുകി വരുന്നു. നമ്മൾ ടൈറ്റാനിക് സിനിമയൊക്കെ ഓർത്തു പോകും, ഈ മഞ്ഞുമല ഇടിച്ചിട്ടാണല്ലോ കപ്പൽ തകർന്നത്. പക്ഷേ നമ്മുടെ കപ്പലിൽ ഈ ഐസിനെ ബ്രേക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റീസൊക്കെ ഉണ്ട്. എൻ്റെ ടൈറ്റാനിക് പോലെയല്ല, അത് അഡ്വാൻസ്ഡായി പിന്നീട് കുറേ കാര്യങ്ങൾ. അതുകൊണ്ടാണ് ധൈര്യമായിട്ട് നമ്മൾ ഈ കപ്പലിലൊക്കെ കയറിയിട്ട് അവിടെ പോകുന്നത്. ഈ സദേൺ മോസ്റ്റ് കോണ്ടിനെൻറ്റിൻ്റെ ചുറ്റളവ് എന്ന് പറയുന്നത് 14 മില്യൺ സ്ക്വയർ കിലോമീറ്റേഴ്സാണ്. കോൾഡസ്റ്റാണ്, ഡ്രൈയസ്റ്റാണ്, വിൻഡിയസ്റ്റാണ്. 98% ഐസ് കവേർഡായി കിടക്കുന്ന സ്ഥലമാണ് അന്റാർട്ടിക്ക. പെർമനൻ്റ് ആയിട്ടുള്ള പോപ്പുലേഷനൊന്നുമില്ല ഇവിടെ. മറ്റ് പല രാജ്യങ്ങളുടെ പര്യവേഷണ കേന്ദ്രങ്ങൾ, ലബോറട്ടറീസ്, അതിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ഇവിടെ ആകെ ഉള്ളത്. അവിടുത്തെ മെയിൻ താമസക്കാർ പെൻഗ്വിനുകൾ, സീലുകൾ, ആൽബട്രോസ് എന്ന് പറയുന്ന പക്ഷികളൊക്കെയാണ്. അപ്പോൾ ടെമ്പറേച്ചർ ഏറ്റവും കൂടുതൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് -89.2 ഡിഗ്രി സെൽഷ്യസാണ്. വോസ്റ്റോക്ക് സ്റ്റേഷനിൽ 1983 അത് രേഖപ്പെടുത്തിയത്. ആവറേജ് വിൻ്റർ ടെമ്പറേച്ചർ ബിറ്റ്വീൻ -60 ഡിഗ്രി സെൽഷ്യസ് ടു -30 ഡിഗ്രി സെൽഷ്യസ് ആണ്. സമ്മർ ടെമ്പറേച്ചർ ഒരു -10 വരെ എത്തിയേക്കും. ഭയങ്കര കാറ്റുള്ള സ്ഥലമാണ്. 200 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശും എന്നാണ് പറയുന്നത്. എപ്പോഴും ഉണ്ടായിക്കൊള്ളുന്നില്ല, പക്ഷെ അത് 200 കിലോമീറ്റർ വരെ അവിടെ വേഗതയിൽ കാറ്റ് വീശാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് അന്റാർട്ടിക്കയെക്കുറിച്ചുള്ള വിശേഷങ്ങൾ.